ഹലോ ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ ഇന്ന് ഇലക്ട്രോണിക് സിറ്റിയുടെ ഹോസ്റ്റൽ റൂമിൽ തന്നെയാണ് കേട്ടോ. കുറേ നേരം വർക്കൊക്കെ സെർച്ച് ചെയ്തു, കുറേ കൺസൾട്ടൻസിനെയൊക്കെ വിളിച്ചു. അപ്പോൾ കുറേ നേരം ഇരുന്ന് റൂമിൽ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ബോർ അടിച്ചു കേട്ടോ. അപ്പോൾ റൂംമേറ്റ് കാണാനില്ല, ആൾ പുറത്ത് പോയിട്ട് ഇനിയും വന്നിട്ടില്ല. പിന്നെ അപ്പോൾ ഇവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് ബോറടിച്ചു. അപ്പോൾ ഈ ഹോസ്റ്റൽ റൂമിനെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ റീൽസ് ആയിട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതെടുത്ത് കാണാം കേട്ടോ. ഹോസ്റ്റൽ റൂമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതായത് ഇലക്ട്രോണിക് സിറ്റി ബാംഗ്ലൂരൊക്കെ ജോലിക്കായിട്ട് വരുന്നവർക്ക് പറ്റിയൊരു ഹോസ്റ്റൽ റൂംസ് ഒരുപാടുണ്ട്. അതിൽ ഒരു റൂമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഒരു ഹോസ്റ്റലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്കിനി ഇലക്ട്രോണിക് സിറ്റിയിലെ നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ട് നോക്കട്ടോ. ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കുളിച്ച് റെഡി ആയിട്ട് പുറത്ത് പോകണം. പുറത്ത് പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം. ഒറ്റയ്ക്കൊന്ന് ബോറടിച്ചല്ലേ റൂമിൽ. അപ്പോൾ ഒന്ന് പുറത്ത് കറങ്ങി എല്ലാവരും ഒന്ന് കണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരുന്ന ഒരു വ്ലോഗാണ് ഇത്. നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഫോളോയും ലൈക്കും ബട്ടണും അടിക്കുന്നില്ല, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണും അടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്ത് വെച്ചാൽ ജസ്റ്റ് ഒരു എനിക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ അതെല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരാളും ഇല്ലല്ലോ ഇവിടെ. എല്ലാവരും പുറത്ത് പോയിരിക്കും കേട്ടോ. ഞാൻ മാത്രമാണ് ഇത്രയും നേരം അകത്ത്. എന്തായാലും പുറത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ കാണണം. എൻ്റെ തെരുവ് ഭയങ്കരമായിട്ട് ഒഴിഞ്ഞു കിടക്കണമല്ലോ. അവിടെ എവിടെയായിട്ട് കുറച്ച് പിള്ളേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിൽക്കുന്ന കാണാം. പിന്നെ ചായക്കടകളുടെ മുന്നിൽ ഇങ്ങനെ സീർട്ട് വലിച്ച് നിൽക്കുന്ന കാണാം. ഇതൊക്കെ തന്നെ കേട്ടോ. ഇതെന്താ ഇവിടെ കുറച്ച് പേര് തീ കഴിഞ്ഞിരിക്കുക കേട്ടോ. അത്യാവശ്യം തണുപ്പുണ്ട്. കുറച്ച് വയസ്സായവരാ, ആൻറ്റി അങ്കിൾമാരൊക്കെയാണ്. അവരിങ്ങനെ തീയിട്ടിട്ട് ഇങ്ങനെ ചൂട് കഴിഞ്ഞിട്ടിരിക്കുക കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. പിന്നെ ഒന്നും പറയണ്ടല്ലോ, ഫുഡാണ് ഇനി തുടങ്ങുന്നത്. ഫുഡ് സ്ട്രീറ്റ് പോലെ ഇങ്ങനെ തുടങ്ങും. നമ്മൾ ബാംഗ്ലൂരിൽ മിനിറ്റിനാണ് കേട്ടോ ബിൽഡിങ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ മാസങ്ങളൊന്നും കൊണ്ട് എടുക്കല്ല, അത് ചിലപ്പോൾ ദിവസങ്ങൾ കൊണ്ട് ബിൽഡിങ്സൊക്കെ വരും. ടൗണിനോട് അടുത്തപ്പോൾ കുറേ ആൾക്കാരൊക്കെ കൂടി വരുന്നുണ്ട് കേട്ടോ. ക്രൗഡ് കൂടുന്നുണ്ട്. ഇപ്പോൾ നായ്ക്കളുടെയൊക്കെ സൈസ് നോക്കിയാൽ നല്ല സൈസ് ഉണ്ട് കേട്ടോ, എല്ലാം എണ്ണം. ഇതൊക്കെ PGs അതുപോലെ തന്നെ ഹൗസിംഗ് ലേഔട്ടൊക്കെയാണ്. അപ്പോൾ ഇതിലെ കാവൽക്കാരാണ് ഇവരൊക്കെ. ചായക്കടകളും ഫുഡിൻ്റെ സെൻറ്ററുകളൊക്കെ ഇവിടെ നന്നായി വിജയിക്കും തോന്നുന്നു കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ അതാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നടക്കും കേട്ടോ. ഭയങ്കര ഡസ്റ്റിയാണ് ഇവിടെ, ഭയങ്കര റഷാണ്, ക്രൗഡഡുമാണ്. അപ്പോൾ ഓരോ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. എൻ്റെ രണ്ട് സൈഡുമായിട്ട് ഒരുപാട് ബിൽഡിങ്സ് കേട്ടോ, വലിയ ബിൽഡിങ്സാണ്. മൊത്തം വീടുകളാണ് കേട്ടോ, അപ്പാർട്ട്മെൻറ്റ്സാണ്. ഈ ബിൽഡിംഗ് നോക്കിയാൽ നല്ല രസമുണ്ട് കേട്ടോ, വലിയ ബിൽഡിങ്ങാണ്. ഈ ഭാഗത്ത് ഇലക്കറികൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഫ്രൂട്ട്സ് കുറേ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ തുണികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് വണ്ടികളൊക്കെ നിർത്തിയിട്ട് ചുറ്റും ഒരുപാട് ഷോപ്പിംഗ് മാളുകളാണ് കേട്ടോ, ഷോപ്പിംഗ് കോംപ്ലക്സുകളാണ്. ഒരുപാട് ഫുഡ് ഐറ്റംസിൻ്റെ ഹോട്ടൽ, റെസ്റ്റോറൻ്റൊക്കെയാണ് ഏറ്റവും കൂടുതൽ. തലശ്ശേരി റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കണമെങ്കിൽ ഒരുപാട്. പിന്നെ ഷോപ്പിംഗ് മാളുകളാണ്, പിന്നെയും ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം ഫുള്ള് ഡ്രസ്സിൻ്റെയും മൊബൈലിൻ്റെയും ഒക്കെ ഐറ്റംസൊക്കെയാണ് കേട്ടോ. എന്ത് രസമല്ലേ ബിൽഡിങ്സൊക്കെ കാണാൻ. ഒരു GT സൈലൻസർ മാറ്റിയിട്ട് പോകണം. ആ ലൈറ്റ് നോക്കിയാൽ നല്ല രസമില്ലേ, തനീഷ്കിൻ്റെ. പിന്നെ എല്ലാ ക്രൗഡുള്ള പ്ലേസുകളിലും പാനിപൂരിയും മോമോസൊക്കെയാണ് കൊടുക്കുന്നുണ്ട് കേട്ടോ. വഴിയോരത്ത് നിന്ന് അവരിങ്ങനെ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ഇങ്ങനെ തിന്ന് ആസ്വദിച്ച് ഇങ്ങനെ നടക്കുക കേട്ടോ. അവരൊക്കെ എല്ലാവരും ഇവിടെ ഇങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഞാനും പാനിപൂരി കഴിക്കാമെന്ന് കരുതി. ഇവിടെ നിറയെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പാനിപൂരി കഴിച്ചു. അത് 25 രൂപയാണ്. 6 പാനിയുണ്ട്. പിന്നെ അതുകൂടാതെ അതിനൊപ്പം ഒരു കട്ട മീട്ട എന്നെന്തോ പറഞ്ഞിട്ട് തന്ന് അതും ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് സ്നാക്സ് വാങ്ങിച്ചിട്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ, റൂമിൽ പോയി കഴിക്കാൻ. അപ്പോൾ ഇവിടെ പബ്ബ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ കപ്പിൾസായിട്ട് വരുന്നവർക്ക് മക്ഡൊണാൾഡ്സ് അങ്ങനെയുള്ള ഫുഡിങ് സംഭവങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഇവിടെ ഉള്ളത്. ഷോപ്പിംഗ് അങ്ങനെയൊക്കെയാണ്. പബ്ബിനൊക്കെ കുറച്ച് അങ്ങോട്ട് പോകണം. പക്ഷേ കപ്പിൾസായിട്ട് വരുന്നവരും പിള്ളേർക്കൊക്കെ നല്ല രസമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇലക്ട്രോണിക് സിറ്റി നൈറ്റ് ലൈഫ് കാഴ്ചകൾ. അടിപൊളിയാണ്. അപ്പോൾ ജോലിയൊക്കെ അന്വേഷിച്ച് വരുന്നവർക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് താമസിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സീ ദെൻ, ബൈ.